നമസ്കാരം. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിമരുന്നിടുകയുണ്ടായി. ഒടുവിൽ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ പുതിയ വിവാദത്തിലേക്ക് എത്തി. ഏകദേശം പോൾ ചെയ്തതിനേക്കാട്ടിൽ 5 ലക്ഷം വോട്ടുകൾ മഹാരാഷ്ട്രയിൽ കൂടുതലായി എണ്ണപ്പെട്ടു. അതൊരു വലിയ വിവാദമായി മാറുകയും തുടർ ചർച്ചകൾക്ക് വഴിമരുന്നിടുകയും ചെയ്തു. അതോടുകൂടി ഇതുവരെ ഫഡ്നാവിസ് ആകുമോ അല്ലെങ്കിൽ ഷിൻഡെ ആകുമോ എന്ന് ഉള്ള ചിന്താഗതികൾക്കൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എങ്കിലും പല ഭാഗങ്ങളിലും ചിലർ വിജയിക്കേണ്ട ഭൂരിപക്ഷം നേടിയിരിക്കുന്ന വോട്ടുകൾ അധികപ്പറ്റ അവിടെ എണ്ണുകയും ചെയ്തു എന്ന് തുടങ്ങിയ നിരവധി വിവാദങ്ങൾ ഇവിടെ കൊടുമ്പിരിക്കൊള്ളുന്നു. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു മഹാരാഷ്ട്രയിൽ കഴിഞ്ഞുപോയത്. എന്തുകൊണ്ട് മഹാരാഷ്ട്ര CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രാധാന്യം ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. 8 സീറ്റുകളിൽ ഏകദേശം CPM മത്സരിക്കുകയുണ്ടായി. അതിൽ ഒരു സീറ്റ് CPM പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പം ആ സീറ്റ് പിടിച്ചെടുത്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദഹാനു മണ്ഡലമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ദഹാനു മണ്ഡലത്തിൽ വിനോദ് ഭിവ നിക്കോള എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി വളരെ കാര്യമായി BJP-യെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ നേട്ടമുണ്ടാക്കി എന്നുള്ളതാണ് പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടത്. ഇനി എന്താണ് ദഹാനു മണ്ഡലം? ദഹാനു മണ്ഡലത്തിൽ പിടിച്ചെടുക്കുക എന്ന് പറയുന്ന വാക്കിന് അർത്ഥമില്ല. കാര്യം അവിടെ ദഹാനു മണ്ഡലത്തിൽ ഈ വിനോദ് ഭിവ നിക്കോള തന്നെ ആയിരുന്നു ഇതിനു മുമ്പ് 5 വർഷക്കാലം പൂർത്തിയാക്കിയിരുന്നത്. അതായത് 2019 മുതൽ അദ്ദേഹം തന്നെ ആയിരുന്നു അവിടുത്തെ. 2019 അദ്ദേഹം വിജയിച്ചു. തുടർന്ന് 2024 അദ്ദേഹം തന്നെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയും ചെയ്തു. അതിനു മുമ്പ് ഒരു കോൺഗ്രസിന് പ്രാധാന്യമുള്ള ഒരു മണ്ഡലമായിരുന്നു. കോൺഗ്രസിന് പ്രാധാന്യമുള്ള ഒരു മണ്ഡലത്തിൽ തന്നെ പിന്നീട് അവിടെ രാജാറാം മോസ്ലെ ഏകദേശം 2009 അവിടെ വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം അത് BJP തിരിച്ചു പിടിച്ചു. BJP ഒടുവിൽ അവിടേക്കൊരു കടന്നുകയറ്റം നടത്തുകയും ചെയ്തു. ആ കടന്നുകയറ്റത്തിന് ശേഷം BJP-യിൽ നിന്ന് തന്നെ ആണ് ഈ വിനോദ് ഭിവ നിക്കോള ഈ മണ്ഡലത്തെ, അതായത് ദഹാനു മണ്ഡലത്തെ തിരിച്ചു പിടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അന്ന് ഏകദേശം വോട്ട് ശതമാനത്തിൻ്റെ വർധനവ് ഉണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 4707 വോട്ടുകൾ ആണ് ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇപ്പോൾ അവിടെ ജയിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനു മുൻപ് ഉണ്ടായിരുന്നതെല്ലാം ഏകദേശം നല്ലൊരു വോട്ട് വിഹിതത്തിൽ വർധനവ് വരുത്താൻ ഇപ്പോൾ തന്നെ ഏകദേശം 3.76% വർധനവാണ് ഇപ്പോൾ തന്നെ അദ്ദേഹം മുൻപ് ഉണ്ടായിരുന്ന 2019 നിക്കോള നേടിയിരുന്ന വോട്ടിനേക്കാൾ ഏകദേശം 3.76% വർധനവ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനു മുൻപ് BJP-യിൽ നിന്ന് അദ്ദേഹം പിടിച്ചെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടൈമിൽ അദ്ദേഹം അവിടെ വരുത്തിയിരുന്ന വർധനവ് എന്ന് പറഞ്ഞാൽ 25% വോട്ട് ഷെയറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഊഹിക്കാമല്ലോ അവിടെ CPM എത്രത്തോളം മുൻപിലേക്ക് പോകുന്നു എന്നുള്ള വിവരം. ആ ദഹാനു എന്ന് പറയുന്ന മണ്ഡലത്തിൽ അവിടെ എത്രത്തോളം മുന്നിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം മനസ്സിലായി. ആദ്യം 25% വർധനവ് വരുത്തിക്കൊണ്ട് ആ മണ്ഡലത്തെ പിടിച്ചെടുക്കാൻ നിക്കോളയ്ക്ക് കഴിഞ്ഞു. തുടർന്ന് 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും വോട്ട് വിഹിതത്തിൽ വർധനവുണ്ടാകുന്നു. അങ്ങനെ ഏകദേശം 3.76% വർധനവ് കൂടി നേടിയെടുത്തുകൊണ്ട് ആ മണ്ഡലം നിലനിർത്തുകയും ചെയ്ത ഒരാളാണ് വിനോദ് നിക്കോള എന്ന് നമുക്ക് നിശേഷം യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. അതായത് അവിടെ ഇത്തവണത്തെ ഭൂരിപക്ഷം ഉയർത്തി. അതായത് 4707 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ ജയിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ചിന്തിക്കുമ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥി 42,339 വോട്ടുകൾ നേടിയപ്പോൾ അവിടെ നിക്കോളാസ് നേടിയിരിക്കുന്ന വോട്ടിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 45,078 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. അപ്പം വളരെ ശക്തമായ, വളരെ കൃത്യമായ ഒരു വോട്ടിംഗ് പാറ്റേൺ അവിടെ നടന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇവിടെ കാൽവാനിലാണെങ്കിൽ ഒരു പരാജയപ്പെട്ടതെന്ന് പറഞ്ഞാൽ കാൽവാനിൽ BJP-യുടെ അല്ല NCP ആണ് അവിടെ കാൽവാനിൽ CPM സ്ഥാനാർത്ഥിയായ ഗാവിദിനെ പരാജയപ്പെടുത്തിയത്. അവിടെ ഗാവിദ് 7 തവണ വിജയിച്ച മണ്ഡലം കൂടിയാണ് കാൽവാൻ എന്നുള്ള വിവരം നമ്മൾ ഓർക്കണം. അപ്പം ദേശീയ തലത്തിൽ CPM-നുള്ള ഒരു പ്രാധാന്യം വർദ്ധിച്ചു വരാനുള്ള സാധ്യതകളാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 7 തവണ കാൽവാനിൽ വിജയിച്ച ഒരാൾ ഇത്തവണ പരാജയപ്പെട്ടു. 7 തവണ എന്ന് പറയുമ്പോൾ ഏകദേശം 35 വർഷക്കാലം ഒരു മണ്ഡലത്തെ ഭരിച്ചുകൊണ്ടിരുന്ന കാൽവാൻ എന്ന് പറയുന്നൊരു മണ്ഡലം അവിടെ നിലനിർത്തിക്കൊണ്ട് പോന്നിരുന്നത് CPM ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം ഇത്തവണയാണ് അത് NCP-യുടെ അർജുൻ പവാറിൻ്റെ മുന്നിൽ അടിയറവ് വെക്കേണ്ടി വന്നത് എന്ന് നമ്മൾ ഓർക്കുക. അപ്പം തീർച്ചയായും വലിയൊരു മുന്നേറ്റം തന്നെ ഇനി വരുന്ന കാലഘട്ടത്തിൽ 8 സീറ്റിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് BJP-യും അതോടൊപ്പം തന്നെ കോൺഗ്രസും BJP മാത്രമല്ല BJP-യോടൊപ്പം തന്നെ NCP-യും ശിവസേനയും ഒക്കെ അടക്കി വാഴുന്ന ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഒരു സംസ്ഥാനത്ത് 8 സീറ്റുകൾ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായി തന്നെ വേണം പരിഗണിക്കാൻ.